നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി പോകുന്നു. കേരളം വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്തിന്റെ പ്രധാന അവകാശങ്ങൾ മുസ്ലിങ്ങളാകുമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം നിരാശനായ നരേന്ദ്രമോദി നുണപ്രചാരണത്തിന്റെ വീര്യം കൂട്ടിയെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. നരേന്ദ്രമോദി വിദ്വേഷ പ്രചാരണം നടത്തുന്നു എന്ന പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് കോൺഗ്രസും CPIM വ്യക്തമാക്കി. CPIML പരാതി നൽകി. വിവാദത്തിൽ തൽക്കാലം പ്രതികരിക്കാനില്ല എന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്താണ് പ്രധാനമന്ത്രി രാജസ്ഥാനിൽ പ്രസംഗിച്ചത് എന്ന് ആദ്യം കേൾക്കാം. तो मुझसे छीनने की बात कर रहे हो अपने मैनिफेस्टो में? गोल ले लेंगे, सबको वितरित कर देंगे। और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे, घुसपैठियों को बांटेंगे। क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है ये कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे, उसकी जड़ती करेंगे, जानकारी लेंगे और फिर उस संपत्ति को बांट देंगे और उनको बांटेंगे जिनको मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है। भाइयों बहनों, ये अर्बन नक्सल की सोच, मेरी माताओं बहनों, ये आपका मंगलसूत्र भी बचने नहीं देंगे, यहां तक जाएंगे मैं कहने आया. അപ്പോൾ ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗം. വിവാദമായതിന് പിന്നാലെ ഉത്തർപ്രദേശിലെ അലിഗഡിലെത്തിയ നരേന്ദ്രമോദി മുസ്ലിം ക്ഷേമം ഉറപ്പാക്കിയെന്ന് അവകാശപ്പെട്ടാണ് അവിടെ പ്രസംഗിച്ചത്. കോൺഗ്രസ് ജനങ്ങളുടെ സ്വത്തിൽ കണ്ണുവെക്കുകയാണ് എന്ന ആരോപണം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. 3 तलाक से पीड़ित कितनी ही बेटियों का जीवन तबाह हो गया था। और सिर्फ बेटियों का नहीं, और 3 तलाक के कारण मुसीबत में आई उस बेटी, उसके पिता, भाई, परिवार सब परेशान हो जाते थे। अब मोदी ने 3 तलाक के खिलाफ कानून बनाकर उनका जीवन भी सुरक्षित किया है। मैंने सऊदी अरब के क्राउन प्रिंस से आग्रह किया था कि हमारे भारत के मुसलमान भाई बहनों के लिए हज का कोटा बढ़ाएं। साथियों, कांग्रेस, सपा जैसी भ्रष्ट पार्टियों ने आपके परेशानियों को उनकी कभी परवाह नहीं की। गरीब को पैसे देकर भी पूरा राशन नहीं मिलता था, बिचौलिए ही लूट लेते थे. ബൽറാം തൊടങ്ങാടി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, രാജസ്ഥാനിലെ പ്രസംഗം വിവാദമാകുന്നു, അതിൽ പരാതി വരുന്നു. അദ്ദേഹം ഉത്തർപ്രദേശിലേക്ക് എത്തുമ്പോൾ എന്തിനെയാണോ വിമർശിച്ചത് വീണ്ടും അത് തിരുത്താനുള്ള അദ്ദേഹത്തിന്റെ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. താൻ ചെയ്ത കാര്യങ്ങൾ, തന്റെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ എണ്ണി പറയുന്നു. വിവാദമായിരിക്കുകയാണല്ലോ അദ്ദേഹത്തിന്റെ പ്രസംഗം. പ്രതിപക്ഷം ഏത് നിലയ്ക്കാണ് ഇതിനെ കാണുന്നത്? ഇക്കാര്യത്തിൽ ഈ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഇടപെടലിന് സാധ്യതയുണ്ടോ ബൽറാം?
ഉന്മേഷ്, കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ നടത്തിയ പ്രചരണ റാലിയിലാണ് പ്രധാനമന്ത്രി ഈ വിവാദ പ്രസംഗം നടത്തിയത്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ എന്നാൽ ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്ന സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് എന്ന ഭാഗത്തെ അദ്ദേഹം വ്യാഖ്യാനിച്ചത് ജനങ്ങളുടെ സ്വത്തുക്കൾ സർവേ നടത്തി അത് പിടിച്ചെടുത്ത് വിതരണം ചെയ്യാനുള്ള ഒരു പദ്ധതി എന്ന നിലയിലാണ്. അത്തരത്തിൽ വിതരണം ചെയ്യുമ്പോൾ അത് മുസ്ലിം വിഭാഗത്തിനായിരിക്കും വിതരണം ചെയ്യുക എന്നും ഒപ്പം തന്നെ മുസ്ലിം വിഭാഗത്തെ അദ്ദേഹം കൂടുതൽ മക്കളുള്ളവർ എന്നും നുഴഞ്ഞുകയറ്റക്കാർ എന്നും ഉൾപ്പെടെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഇത് വലിയ വിവാദമാവുകയും പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടക്കം ഇതിനെതിരെ രംഗത്ത് വരികയും പല പ്രതിപക്ഷ പാർട്ടികളും ഇതിനകം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ പോലും ഈ പരാതി തുടർച്ചയായി തന്നെ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രാജ്യവ്യാപകമായി ഈ പ്രസംഗം ചൂണ്ടിക്കാണിച്ച് പരാതി നൽകുക എന്നുള്ളതാണ് പദ്ധതി. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അതേസമയം ഇന്ന് ഉത്തർപ്രദേശിലെ അലിഗഡ് സ്വാഭാവികമായും കൂടുതലായി ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള ഒരു മേഖലയാണ്, ഒരു മണ്ഡലമാണ്. അവിടെ നടത്തിയ പ്രസംഗത്തിൽ എന്നാൽ പ്രധാനമന്ത്രി തൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലെ പരാമർശങ്ങളിലെ വിവാദ ഭാഗങ്ങൾ, അതായത് മുസ്ലിം എന്നുള്ള ഭാഗം ഒഴിച്ചു നിർത്തിയാണ് സംസാരിച്ചത്. മറിച്ച് അലിഗഡിലെത്തുമ്പോൾ പ്രധാനമന്ത്രി മുസ്ലിം ക്ഷേമത്തിന് വേണ്ടി മോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു. മുത്തലാഖ് രാജ്യത്തെ മുസ്ലിം പെൺകുട്ടികളെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു, അവരെ കണ്ണീരിൽ ആഴ്ത്തിയിരുന്നു. അത് തൻ്റെ 10 വർഷത്തെ ഭരണത്തിനിടെ അത് നിർത്തലാക്കി. ഇതിലൂടെ മുസ്ലിം പെൺകുട്ടികളുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദുഃഖത്തിൽ നിന്നും കരകയറ്റി മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കി എന്ന് അദ്ദേഹം പറഞ്ഞു. സൗദി രാജകുമാരനുമായി സംസാരിച്ചപ്പോൾ താൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഹജ്ജ് നടത്താൻ അവസരം കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് ഹജ്ജ് കോട്ട വർദ്ധിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ഹജ്ജ് ചട്ടങ്ങൾ ലഘൂകരിച്ചു. ഇതിലൂടെ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോലും ഹജ്ജ് തീർത്ഥാടനം നടത്താൻ കഴിയുന്ന സ്ഥിതി വന്നു. തുടങ്ങിയ വികസന പദ്ധതികൾ, മറ്റു പദ്ധതികൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. അവിടെയും ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്ന ഈ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിനെ അദ്ദേഹം ജനങ്ങളുടെ പിന്നീട് അമിത്ഷായും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. ബൽറാം ഒന്ന് തുടരും. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടതിന് ശേഷം വരാം. രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നടത്തിയ വിവാദ പരാമർശത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പിന്തുണയ്ക്കുകയാണ്. സമ്പത്തിൽ പ്രഥമാവകാശം ന്യൂനപക്ഷത്തിനാണെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. സർവേ നടത്തുമെന്ന് പ്രകടന പത്രികയിൽ ഇല്ലേ എന്ന കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. मोदी जी ने कल कहा क्यों करना है सर्वे को, कांग्रेस पार्टी पूरी नरेंद्र मोदी पर सवाल उठा रही है। मैं आज कांग्रेस पार्टी को पूछना चाहता हूं, आपके घोषणा पत्र में सर्वे की बात है या नहीं है? राहुल बाबा देश के नाम में स्पष्ट करे। और मनमोहन सिंह, आपके प्रधानमंत्री ने कहा था संसाधन पर पहला अधिकार माइनॉरिटी का है, आदिवासी दलित का नहीं है, आदिवासी दलित का नहीं। ബൽറാം തുടർന്നുണ്ട്. ബൽറാം, അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ നിലപാടിനെ പിന്തുണയ്ക്കുന്നു. അത് വരുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക, കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്, അതിൽ നിന്നാണെന്ന് അമിത്ഷാ ഇപ്പോൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ബൽറാം അല്ലേ? തീർച്ചയായും ഉന്മേഷ്, അമിത്ഷാ ഇന്ന് മോദിയുടെ അലിഗഡ് പ്രസംഗത്തിന് മുമ്പായിരുന്നു അമിത്ഷായുടെ ഛത്തീസ്ഗഡിലെ കങ്കേറിലുള്ള ഈ റാലിയിൽ വെച്ച് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. എന്നാൽ ഇതിലെ തന്നെ ഈ പ്രകടന പത്രികയിൽ കോൺഗ്രസ് ഈ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ്, ജാതി സെൻസസ് വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും ഒപ്പം തന്നെ ഈ മൻമോഹൻ സിംഗ് നേരത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ രാജ്യത്തിന്റെ സ്വത്തിന് പ്രഥമ അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ടില്ലേ എന്നും കോൺഗ്രസ് മറുപടി പറയണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയാണ് എന്നായിരുന്നു അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അതേസമയം ഇരുവരും ഈ പ്രചരണത്തിന് ഉപയോഗിച്ച വിഷയം എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക, അതിലെ തന്നെ പ്രത്യേകിച്ച് ജാതി സെൻസസ് എന്ന ഭാഗം, ഇക്കാര്യത്തെ വ്യത്യസ്തമായ ഒരു കോണിൽ നിന്ന് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ഇരുവരും ചെയ്തിരിക്കുന്നത്. ജാതി സെൻസസ് കോൺഗ്രസ് പ്രധാന വിഷയമായി ഇത്തവണ പ്രചരണ ആയുധമാക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക്
എത്തുന്നത് തടയുക, അത് വഴിതിരിച്ചു വിടുക എന്ന ലക്ഷ്യം ഈ ഒരു ഇരുവരും സ്വീകരിച്ച ഒരു ശൈലിക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് BJP ഈ പ്രകടന പത്രികയെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കൂടിയാണ് വ്യക്തമാക്കുന്നത്. ജനങ്ങളുടെ സാധാരണക്കാരുടെ പോലും സ്വത്തുക്കൾ, സ്വർണം, ഭൂമി ഉൾപ്പെടെയുള്ളവ സെൻസസ് നടത്തുകയും അത് പിടിച്ചെടുക്കാനുമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും ഇന്ന് നടത്തിയ റാലികളിൽ പറഞ്ഞത്. അവരുടെ മംഗല്യ സൂത്രം, അതായത് താലിമാല പോലും വെറുതെ വിടില്ല, അതിൽ പോലും കോൺഗ്രസ് കണ്ണുവച്ചിരിക്കുന്നു എന്നാണ് ഇരുവരും പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ അലിഗഡ് പ്രസംഗത്തിൽ എന്നാൽ വിവാദമായ മുസ്ലിം സമുദായത്തിന്റെ പേര് അത് ഉപയോഗിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം കോൺഗ്രസ് പ്രകടന പത്രികയ്ക്ക് എതിരായ ആരോപണം അത് മാവോയിസത്തെയും കമ്മ്യൂണിസ്റ്റിന്റെയും ആശയമാണ് എന്ന ആരോപണം അത് ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം കൂടി വരുന്നുണ്ട്. വോട്ടിനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്നാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നാണ് ചോദ്യം. കോൺഗ്രസ് പ്രകടന പത്രികയുടെ പകർപ്പ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നുണ പ്രചരിപ്പിക്കുന്ന ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഇന്നലത്തെ പ്രസംഗം. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രസംഗം നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. അദ്ദേഹം പറഞ്ഞ പ്രസംഗം എന്താണ്? ഇന്ത്യയുടെ സമ്പത്ത് എല്ലാവർക്കും തുല്യമായി എത്തത്തക്കവണ്ണമുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്. അതിനെയാണ് വ്യാഖ്യാനിച്ച് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം, അത് നുഴഞ്ഞുകയറ്റക്കാരൻ, എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, വാട്ട് ഡു യു മീൻ ബൈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ? എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ല? ഇത്രയും ഹേറ്റ് സ്പീച്ചിന്റെ ചരിത്രത്തിൽ, വിദ്വേഷ പ്രസംഗത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ വിദ്വേഷ പ്രസംഗം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുമ്പോൾ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ദേശീയതലത്തിൽ ഈ വിവാദം കത്തിപ്പടരുന്നു. സംസ്ഥാനത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. തെരഞ്ഞെടുപ്പ് രംഗത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ദിവസങ്ങളിലേക്ക് കടന്നതോടെ പോര് മുറുകിയിരിക്കുകയാണ്. തൃശൂരിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിനൊപ്പം നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രം സഹിതം സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ വിവാദമായതോടെ BJP നീക്കം ചെയ്തു. അനുമതിയില്ലാതെ LDF മുന്നമ്പിയുടെ ചിത്രം ഫ്ലക്സിൽ ഉപയോഗിച്ചതിൽ CPIM ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വക്കീൽ നോട്ടീസ് അയച്ചു. തെരഞ്ഞെടുപ്പിന് സായുധ സേനയെ വിന്യസിക്കണമെന്ന ഷാഫി പറമ്പിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ വിദ്വേഷ പരാമർശം നടത്തിയെന്ന് രാഷ്ട്രീയ യുവജനതാദൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വർഗീയതയുടെ പരിപ്പ് വയനാടൻ ചട്ടിയിൽ വേവില്ലെന്ന് T സിദ്ദിഖ് MLA പ്രതികരിച്ചു. അവിടെ ചാപ്പൽ, ബൈബിൾ, അവിടെ ചർച്ച്, അവിടെ കുരിശടികൾ, അവിടെയുള്ളതായിരിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ ഒക്കെ ബലാത്കാരത്തിന് വിധേയമായി തച്ചു തകർത്തപ്പോൾ മാതാവിന്റെ രൂപം ഉൾപ്പെടെ എല്ലാം തകർക്കപ്പെട്ട പള്ളിയുടെ മുമ്പിൽ ഒരു പാവപ്പെട്ട അച്ഛൻ രണ്ടു കൈയും ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന രംഗം, വിവസ്ത്രയാക്കി സ്ത്രീയെ നടത്തിക്കൊണ്ടുപോകുന്ന രംഗം ഹൃദയഭേദകമായിരുന്നു കാഴ്ച. അവിടെ സ്നേഹം വിതറിയ രാഹുൽ ഗാന്ധിക്ക് ഇവിടെയുള്ള ജനങ്ങളുടെ മനസ്സിൽ ഒരു കൃത്യമായ സ്ഥാനമുണ്ട്. അത് ഇവിടെ വന്ന് വർഗീയത പറഞ്ഞ് കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശ്രമം. ആ പരിപ്പൊന്നും വേവുന്ന വറവുചട്ടിയല്ല ഈ വയനാട്ടിലെ ജനസമൂഹം. വിശദാംശങ്ങളുമായി ഇപ്പോൾ സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്നും, അശ്വിൻ പാലാടി തൃശ്ശൂരിൽ നിന്നും, അഭിജിത്ത് മുഴക്കുന്ന വടകരയിൽ നിന്നും, സുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം സലിം മാലിക് കളിക്കുന്നത്. സലിമിനെയും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കാൻ പോകുന്നു. ഈ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രംഗം? ഇന്ന് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് സലീം? ഉന്മേഷ്, പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി 2 നാളുകൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് രംഗം അതിൻ്റെ എല്ലാ ആവേശത്തിലേക്കും, അതായത് ഒരു കംപ്ലീറ്റ് തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് സംസ്ഥാനമാകെ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അത് ഓരോ മണ്ഡലങ്ങളിലും അല്ലാതെയും ഒക്കെ ഇങ്ങനെ മാറി മാറി വരികയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, ഈ തുടക്കം മുതൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കാട്ടിയിരുന്നത് LDFും UDFും ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു വിഷയം അത് പൗരത്വ ഭേദഗതി നിയമമാണ്. മുഖ്യമന്ത്രി ഇന്നത്തെ പ്രസംഗത്തിലും ആവർത്തിച്ചത് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചാണ്. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ഇനി ഒരു തെരഞ്ഞെടുപ്പ് BJP അധികാരത്തിൽ വന്നാൽ ഉണ്ടാകില്ല എന്നൊരു പ്രസ്താവന നടത്തി. അത് മാത്രമല്ല, സംസ്ഥാനത്താകെ വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അത് ദേശീയ നേതാക്കളെ എത്തിച്ചുകൊണ്ടും അങ്ങനെ പല നിലയിൽ നിന്നുള്ള ആളുകളെ എത്തിച്ചുകൊണ്ടുമുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. ഒപ്പം വ്യാപകമായി ഫ്ലക്സ് ബോർഡുകൾ പല സ്ഥലങ്ങളിലും നശിപ്പിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പ്രാദേശികമായ വിഷയങ്ങളുടെ പേരിലുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്. ഫ്ലക്സ് ബോർഡിൽ സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് ബോർഡിൽ ഇന്നസെന്റിന്റെ മുൻ LDF MPയുടെ പേര് വെച്ചതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ട്. അങ്ങനെ വിവാദങ്ങൾ ഒരു വശത്ത്
മറുവശത്ത് നടക്കുന്നുണ്ട്. പണം കൊടുത്ത് വോട്ടിനെ സ്വാധീനിക്കുന്നു എന്ന വിവാദങ്ങൾ ഓരോ മണ്ഡലങ്ങളിലും ഉയർത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. മാത്രമല്ല ഇന്ന് സംസ്ഥാനത്തേക്ക് പ്രകാശ് രാജ് കൂടി എത്തുകയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലാണ് പ്രകാശ് കാരാട്ട് എത്തി മാധ്യമങ്ങളെ കണ്ടത്. രൂക്ഷമായി BJP വിമർശനം നടത്തിയ പ്രകാശ് കാരാട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രകാശ് കാരാട്ടല്ല, പ്രകാശ് രാജ് ആയിരുന്നു. തരൂരിനെതിരെ സ്ഥാനാർത്ഥി ക്ഷമിക്കണം പ്രകാശ് രാജ് എവിടേക്ക് എത്തി LDF സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നൊരു അഭിപ്രായ പ്രകടനം നടത്തി. അത് സിനിമാ താരം പ്രകാശ് രാജ് ആ നിലയിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയതോടുകൂടി അതും ഒരു ശ്രദ്ധേയമായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല BJP പ്രധാനമന്ത്രി എല്ലാ പ്രസംഗങ്ങളിലും കള്ളം ആവർത്തിക്കുകയാണ്. കള്ളം പറയാത്തൊരു പ്രസംഗം പോലുമില്ല. രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അദ്ദേഹം വികസനം വല്ലാതെ നടത്തി എന്നുള്ളതാണ്. ഈ വികസനം 100 സ്മാർട്ട് സിറ്റികൾ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അതിലൊരെണ്ണം 10 എണ്ണമെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ആ നിലയിലുള്ള പ്രചരണങ്ങൾ വലിയ നിലയിൽ ആരോപണങ്ങളും വാഗ്വാദങ്ങളും ഒക്കെയായി പുരോഗമിക്കുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വോട്ടിന് പണം എന്നൊരു ആരോപണം ചൂടുപിടിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം ബിജു രമേശിനെ പണവുമായി കണ്ടെത്തി എന്ന LDF പ്രവർത്തകരുടെ ആരോപണത്തിന്റെ പിന്നാലെയാണ് വോട്ടിന് പണം എന്നൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഏതായാലും ആ നിലയ്ക്ക് പല രീതിയിൽ പല വിഷയങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് ഉയരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എന്നാണ് സലിം മാലിക് റിപ്പോർട്ട് ചെയ്തത്. നമ്മൾ ഇനി ചില മണ്ഡലങ്ങളിലേക്ക് പ്രത്യേകമായി പോവുകയാണെങ്കിൽ അശ്വിൻ പാലാഴി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഇന്ന് തൃശ്ശൂരിൽ എന്തൊക്കെ വിവാദങ്ങൾ എന്ന് നോക്കാം. അശ്വിൻ, ഇപ്പോൾ ഈ സുരേഷ് ഗോപി ഇന്നസെന്റിന്റെ ചിത്രത്തോടൊപ്പമുള്ള ഫ്ലക്സ് വെച്ചത്, അത് പിന്നീട് മാറ്റേണ്ടി വന്നത്, VS സുനിൽകുമാറിന്റെ ഫ്ലക്സുകൾ വ്യാപകമായി നശിപ്പിച്ചത്, അങ്ങനെ മണ്ഡലത്തിൽ ഇന്ന് സംഭവിച്ച എന്തൊക്കെയാണ്, എന്തൊക്കെ പരാതികൾ, എന്തൊക്കെ ആരോപണങ്ങൾ തൃശ്ശൂരിൽ? അശ്വിൻ. ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡ് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിൽ ഇന്നസെന്റിനൊപ്പം സുരേഷ് ഗോപി നിൽക്കുന്ന ചിത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതാണ് അപ്പോൾ തന്നെ വിവാദമായി മാറിയത്. സോഷ്യൽ മീഡിയ പേജുകളിലടക്കം ഇത് വലിയ വിവാദ ചർച്ചയായിരുന്നു. തൊട്ടു പിന്നാലെ ഇന്നസെന്റിന്റെ കുടുംബം ഇതിലൊരു പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു. തങ്ങളുടെ അറിവില്ലാതെയാണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. LDFന്റെ ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വരണാധികാരിക്ക് സംഭവത്തിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ചിത്രം ദുരുപയോഗം ചെയ്തെന്നും സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടി വേണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. അത് ഭരണാധികാരിയുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും അതൊരു രാഷ്ട്രീയ വിവാദമായി ഇപ്പോഴും ഇരിങ്ങാലക്കുടയിൽ തുടരുകയാണ്. പക്ഷേ തങ്ങളുടെ അറിവോടെ അല്ല, അതായത് പാർട്ടിയുടെ അറിവോടെ വെച്ച ഫ്ലെക്സ് അല്ല, മറ്റാരോ ആരാധകർ വെച്ച ഫ്ലെക്സ് ആവാം എന്നുള്ള ന്യായീകരണത്തിലൂടെ വിഷയം ഒഴിവാക്കാനാണ് NDA ശ്രമിക്കുന്നത്. എന്തായാലും സജീവ ചർച്ചയായി ഈ ഫ്ലെക്സ് ബോർഡ് വിവാദം ഇപ്പോഴും ഇരിങ്ങാലക്കുടയിൽ തുടരുകയാണ്. ശരി, അശ്വിൻ പാലാഴിയാണ് തൃശ്ശൂരിലെ വിവരങ്ങൾ നൽകിയത്. നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. സുർജിത്ത്, കെ സുരേന്ദ്രന്റെ പരാമർശം വിവാദത്തിലായിട്ടുണ്ടല്ലോ, അവിടെ അതിനെതിരെ പരാതി പോകുന്നു. ടി സിദ്ദിഖ് തന്നെ വാർത്താ സമ്മേളനം നടത്തി അതിനെതിരെ ശബ്ദിക്കുന്നു. എന്തൊക്കെയാണ് വയനാട്ടിലെ ഇന്നത്തെ കാഴ്ചകൾ, സുർജിത്ത്? പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ചുവട് പിടിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ ആ വിവാദത്തിന് കുറച്ചുകൂടി അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയത്. ആ പ്രതികരണത്തിലാണ് വലിയ രീതിയിലുള്ള വിമർശനം വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസ് നടത്തുന്ന വോട്ട് ബാങ്ക് പ്രീണനത്തിനെതിരെയാണ് ആണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല ഈ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ പരിഗണന മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് മാത്രമാണ്. ക്രിസ്ത്യാനികളെ 19% വരുന്ന ക്രിസ്ത്യാനികളെ പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വിവാദ സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ കേരളത്തിൽ ഇരു മുന്നണികൾക്കും ക്രിസ്ത്യാനികളോട് ചിറ്റമ്മ നയമാണ്. ജനസംഖ്യയ്ക്ക് ആനുപാതികമായി മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ആനുകൂല്യങ്ങൾ പങ്കുവയ്ക്കാൻ LDFും UDFും തയ്യാറുണ്ടോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കെ സുരേന്ദ്രൻ ചോദിച്ചു. ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച് വളരെ സൗഹാർദ്ദപരമായി ആളുകൾ കഴിയുന്ന നാടാണ് വയനാട്. സ്വാഭാവികമായും ഇവിടേക്ക് ഇത്തരത്തിൽ വിഭാഗീയതയോട് വിത്തിറക്കാനുള്ള ശ്രമം, ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇതിന് മറുപടിയുമായി ടി സിദ്ദിഖ് MLAയും അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണൻ MLAയും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിഭാഗീയമായ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാനാണ് സുരേന്ദ്രൻ ശ്രമിക്കുന്നത്. വയനാടിന് ഒരു ദുരന്ത കാലമുണ്ടായിരുന്നു. ആ ദുരന്ത കാലത്തിലൊന്നും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളാണ് കെ സുരേന്ദ്രൻ എന്നുള്ള ആക്ഷേപം കൂടി ടി സിദ്ദിഖ് ഉന്നയിക്കുന്നുണ്ട്. ഇതുമാത്രമല്ല, നേരത്തെ കോവിഡ് കാര്യത്തിലും അതോടൊപ്പം തന്നെ പ്രളയകാലത്ത് പുത്തുമല അടക്കമുള്ള ദുരന്തങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലും ആ കാലത്തൊന്നും തിരിഞ്ഞു നോക്കാത്ത ആളാണ് കെ സുരേന്ദ്രൻ എന്നുള്ള ഒരു വാദം കൂടി ടി സിദ്ദിഖ് MLA മറുപടിയുമായി പറയുന്നുണ്ട്. ഇത്തരത്തിൽ വേദനയിൽ കൂടെ നിൽക്കാത്തവർ ഇപ്പോൾ വന്ന് വർഗീയ ചേരിതിരിവിന് ശ്രമം നടത്തുകയാണ് എന്നുള്ളതാണ് മറുപടിയായി IC ബാലകൃഷ്ണനും ടി സിദ്ദിഖ് MLAയും വ്യക്തമാക്കുന്നതിന് മറുപടിയായി ഇവിടുത്തെ വോട്ടർമാർ ഇതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉന്നയിച്ചുകൊണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ വിദ്വേഷ പരാമർശം
പരാമർശമാണ് എന്ന് ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ യുവജനതാദൾ വയനാട് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അജ്മൽ സാജിദ് കളക്ടർക്ക് വരണാധികാരി കൂടിയാണ്, അവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാമർശങ്ങൾ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുകയാണെന്നും മതസ്പർദ്ധ വളർത്തുകയാണെന്നും ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കാനുള്ള കാരണമായി വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം വലിയ വിവാദമായി വയനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ കൂടുതൽ സജീവമാക്കുന്നുണ്ട്. ശരി, അതാണ് വയനാട്ടിൽ ഇന്നത്തെ കാഴ്ചകൾ. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വടകര മണ്ഡലത്തിലെ വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഈ വടകരയിലെ പ്രചാരണം അത് സജീവമായിരുന്നു. സൈബർ പോരൊക്കെ നമ്മൾക്കറിയാം, ഒരു ഘട്ടത്തിൽ അങ്ങനെ പ്രചാരണം മാറിയതാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ പുതിയ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു കെ ശൈലജയ്ക്ക്. അതാണോ മണ്ഡലത്തിൽ ഇന്നത്തെ പ്രധാന വാർത്ത? അഭിജിത്ത്. ഉന്മേഷ്, മറ്റ് 19 മണ്ഡലങ്ങളിലും പൗരത്വ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും വടകരയിലെ നിലവിലെ ചർച്ചാ വിഷയം ഈ സൈബർ അതിക്രമവും അതുമായി ബന്ധപ്പെട്ട കേസും പരാതികളും വ്യക്തിഹത്യയും ഒക്കെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നണികളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസമാണ് വാർത്താ സമ്മേളനം നടത്തി കെ ശൈലജ ചില വ്യാജ വീഡിയോവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അത് താൻ ഉന്നയിച്ചിട്ടില്ലെന്നും ചിത്രം മോർഫ് ചെയ്തതുമായി ബന്ധപ്പെട്ട ആരോപണമാണ് താൻ പറഞ്ഞതെന്നും വ്യക്തമാക്കിയത്. പക്ഷേ ആ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു CPIM എന്നുള്ളതിന് തെളിവാണ് ഇന്ന് MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പരാമർശം. അദ്ദേഹം പറയുന്നത് ഇത്തരം ചില ക്ലിപ്പിങ്ങുകൾ, വ്യാജ വീഡിയോകൾ, ചില ചിത്രങ്ങളൊക്കെ തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിന്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് MV ഗോവിന്ദന്റെ വിമർശനം. ഇത്തരം ചില പ്രചാരണങ്ങൾ, ആസൂത്രിതമായ ആക്രമണങ്ങൾ കെ ശൈലജയ്ക്കെതിരെ നടക്കുന്നുണ്ട് എന്ന് MV ഗോവിന്ദൻ പറയുന്നു. ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൈബർ അതിക്രമത്തെ ചുറ്റിപ്പറ്റിയാണ് അവസാന ഘട്ടത്തിൽ ഈ വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊരു വിഷയം, ഈ കെ ശൈലജയ്ക്കെതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപത്തിൽ ഒരു കേസ് കൂടി പോലീസ് എടുത്തിട്ടുണ്ട്. കോഴിക്കോട് റൂറൽ സൈബർ പോലീസാണ് ഫേസ്ബുക്കിൽ റാണിയമ്മ എന്ന തരത്തിൽ പരാമർശം നടത്തിയെന്ന വിഷയത്തിൽ ഒരു കേസ് എടുത്തിരിക്കുന്നത്. റൂറൽ പോലീസ് സ്വമേധയാ എടുത്ത കേസാണിത്. മറ്റൊന്ന് ഉന്മേഷ് ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമാണ്, ഈ വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ട് കെ ശൈലജ തനിക്ക് എതിരെ നടത്തിയ ആരോപണത്തിൽ മറുപടി പറയണം, അതിന് മാപ്പ് പറയണം എന്ന തരത്തിൽ ഒരു വക്കീൽ നോട്ടീസ് ഷാഫി പറമ്പിൽ അയച്ചിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വാർത്താ സമ്മേളനം നടത്തി മാപ്പ് പറയണം എന്നുള്ളതാണ് ഷാഫി പറമ്പിലിന്റെ ആവശ്യം. അല്ലാത്ത പക്ഷം താൻ തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം കൂടി ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിൽ അയച്ച ആ വക്കീൽ നോട്ടീസിൽ പറയുന്നു. കൂടാതെ ഈ കോൺഗ്രസ് ഈ വടകരയിലെ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. ഈ വടകരയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അത് കൂടുതൽ ഈ വരും ദിവസങ്ങളിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് അതിലേക്ക് കടക്കുന്ന സന്ദർഭങ്ങളിൽ അത് കൂടുതൽ പ്രശ്നമാകുമെന്നുള്ളതായിരുന്നു ഈ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഈ കോടതിയിൽ നൽകിയ ഹർജിയിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ആ ഹർജി നിലവിൽ കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പാലനങ്ങളിൽ ഉറപ്പ് നൽകിയതോടുകൂടിയാണ് ഈ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയത്. ഏതായാലും ഉന്മേഷ്, വടകരയിലെ ഈ ഒരു ഇലക്ഷൻ ശരി അഭിജിത്ത്, ഏതായാലും വടകരയിൽ നമ്മൾ കണ്ട സൈബർ പോര്, അതിന് തൊട്ടു പിന്നാലെ വന്ന പരാതികൾ, ആ നിലയ്ക്ക് ഇപ്പോഴും മാറ്റമില്ല എന്ന് വ്യക്തമാകുന്നു. ഈ വക്കീൽ നോട്ടീസാണ് ഏറ്റവും പുതിയ വാർത്താ. തെരഞ്ഞെടുപ്പ് രംഗത്ത് 2 പ്രസ്താവനകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ചാവക്കാട് രാഹുൽ ഗാന്ധിയുടെ റാലി ഒഴിവാക്കിയതിന് കാരണം ലീഗിന്റെ കൂടി ഒഴിവാക്കാൻ കഴിയാത്തതാണ് എന്ന് അവിടുത്തെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പറയുന്നു. പ്രധാനമന്ത്രിക്കെതിരെ രമേശ് ചെന്നിത്തല രംഗത്തെത്തിയതാണ് മറ്റൊരു വാർത്ത. രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ആസൂത്രിത ഗൂഢാലോചന പ്രധാനമന്ത്രി നടത്തുന്നു എന്ന രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. സൂറത്തിലെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട വാർത്ത ശ്രീനാഥ് ചന്ദ്രനും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് 3 നാൾ ബാക്കി നിൽക്കെ നിലപാട് വ്യക്തമാക്കി ക്രൈസ്തവ സഭകൾ. തെരഞ്ഞെടുപ്പിൽ LDFന് പരോക്ഷമായി പിന്തുണ പ്രഖ്യാപിച്ച യാക്കോബായ സഭ പ്രതിസന്ധികളിൽ ഒപ്പം നിന്നവരെ തിരിച്ചും സഹായിക്കണമെന്ന് മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് 24 പറഞ്ഞു. ജനങ്ങൾ ആ രീതിയിൽ എടുക്കേണ്ടതാണ്, അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടേതായ നിലപാടുകളുണ്ട്, അതൊന്നും നമുക്ക് തിരുത്താൻ ഒക്കത്തില്ലല്ലോ. സ്വാഭാവികമായിട്ടും സഭയുടെ ഒരു നയപരമായ ഒരു സമീപനം സഭയെ സഹായിച്ചിട്ടുള്ളവരെ തിരിച്ചു സഹായിക്കും. സഭയുടെ പ്രതിസന്ധി വളരെ വലുതാണ്, ഇനിയും സഹായങ്ങൾ ആവശ്യമുണ്ട്. ആ സഹായങ്ങൾ ഉറപ്പാക്കിയവരുണ്ട്. അതാരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മൾ അവരോട് ഇന്നത് ചെയ്യണമെന്ന് പറയാൻ പാടില്ലല്ലോ. ഓർത്തഡോക്സ് സഭയും നിലപാട് വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളോടും സമദൂര നിലപാട് എന്നാണ് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കിയത്. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ വിശ്വാസികളുടെ മനസ്സിലുണ്ടെന്നും ഓർത്തഡോക്സ് സഭാ നേതൃത്വം വ്യക്തമാക്കി. മലങ്കര ഓർത്തഡോക്സ് സഭ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര സിദ്ധാന്തം നടപ്പിലാക്കുവാനാണ് സഭ ആഗ്രഹിക്കുന്നത്.
സഭയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി ഒരു ബാർഗൈനിങ് നടത്താൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് ജനാധിപത്യത്തിന് ഭൂഷണവുമല്ല. ഇന്ത്യയിൽ ജനാധിപത്യം എല്ലാ അർത്ഥത്തിലും നിലനിന്ന് കാണണമെന്നാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലും സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ലാഭങ്ങൾ കൊയ്യുവാൻ സഭ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ഒരിക്കലും ശ്രമിക്കുകയുമില്ല. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സഭയുടെ നിലപാട്. അതേസമയം വിഴിഞ്ഞം സമരത്തിന് ശേഷം ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മരവിപ്പിച്ചു എന്ന ആരോപണവുമായി ആർച്ച് ബിഷപ്പ് തോമസ് ചെന്നറ്റോ രംഗത്തെത്തി. പള്ളികളിൽ ഇന്നലെ വായിച്ച സർക്കുലറിലൂടെയാണ് അക്കൗണ്ട് മരവിപ്പിച്ച കാര്യം ബിഷപ്പ് അറിയിച്ചത്. ടോബി ജോൺസണുണ്ട് ഇപ്പോൾ കോട്ടയത്ത് നിന്ന്. ടോബി, ക്രൈസ്തവ സഭകൾ നിലപാട് വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ടോബി? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം കൂടി മാത്രം ബാക്കി നിൽക്കെയാണ് ക്രൈസ്തവ സഭകൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. യാക്കോബായ സഭയാണ് ആദ്യമേ അവരുടെ നിലപാട് വ്യക്തമാക്കി. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി കോടതി വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുണ്ട്. ആ സഭാ തർക്കത്തിൽ സർക്കാർ അനുകൂലമായിട്ട്, സംസ്ഥാന സർക്കാർ യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പാത്രിയാർക്കീസ് ബാവ കേരളം സന്ദർശിച്ചപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ ചില പ്രസ്താവനകളാണ് യാക്കോബായ വിഭാഗം ഉയർത്തിക്കാട്ടുന്നത്. ഓർത്തഡോക്സ് വിഭാഗം ഇതിനെതിരെയും രംഗത്ത് വന്നിരുന്നു. അങ്ങനെ സഭയെ സഹായിച്ചവരെ തിരിച്ചും സഹായിക്കുമെന്ന് യാക്കോബായ സഭ ഒരു പ്രതികരണം നടത്തുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനും LDFനും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം നേരെ മറുവശത്തേക്ക് വരുമ്പോൾ ഓർത്തഡോക്സ് സഭ കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വലിയ പ്രതിഷേധമുണ്ടെങ്കിൽ പോലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സമദൂര നിലപാട് സ്വീകരിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. കാരണം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ സഭാവിശ്വാസികളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അവരുടെ യുക്തിക്കനുസരിച്ചുള്ള തീരുമാനമെടുക്കാം. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ സഭാവിശ്വാസികളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു യുക്തിസഹമായിട്ടുള്ള ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു വോട്ട് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് ഓർത്തഡോക്സ് സഭ നൽകിയിരിക്കുന്നത്. ലത്തീൻ സഭയിലേക്ക് വരുമ്പോൾ അതിരൂപത മെത്രാൻ തന്നെ, ബിഷപ്പ് തന്നെ, തോമസ് ജെ നെറ്റോ തന്നെ ഒരു വിമർശം ഉന്നയിക്കുന്നു. അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ളതാണ്. വിഴിഞ്ഞം സമരത്തിന് ശേഷം അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ ചില നിലപാടുകൾ സ്വീകരിച്ചതിനെയാണ് അവർ വിമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി വരാനുള്ളത് സീറോ മലബാർ സഭ അടക്കമുള്ളവരുടെ നിലപാടുകൾ വരാനുണ്ട്. ഇതിനോടകം തന്നെ ദീപിക പത്രത്തിലൂടെയൊക്കെ സീറോ മലബാർ സഭ അവരുടെ നിലപാടുകൾ പറഞ്ഞു കഴിഞ്ഞു. രാജ്യത്തൊന്നടങ്കം ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിലപാട് ഇതിനോടകം തന്നെ സീറോ മലബാർ സഭയും പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത് സജീവ ചർച്ചയാകുമെന്ന് ക്രൈസ്തവ സഭകൾ നിലപാട് വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗിനെതിരായ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണങ്ങളിൽ സമസ്തയിൽ ഭിന്നത. ഉമർ ഫൈസി പറഞ്ഞത് സമസ്തയുടെ നിലപാടാണോ എന്ന് പറയേണ്ടത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആണെന്ന് നാസർ ഫൈസി കൂടത്തായി 24നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം. സമസ്തക്ക് രാഷ്ട്രീയമായി പ്രത്യേകിച്ച് ഒരു മുന്നണിയോടോ ഒരു സംഘടനയോടോ ഒരു പാർട്ടിയോടോ പ്രത്യേക ബന്ധമൊന്നുമില്ല എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഖ്യാപനമായിരിക്കുന്ന അതിൻ്റെ നിലപാടാണ്. വ്യക്തിപരമായി രാഷ്ട്രീയമാവാം. അതുകൊണ്ട് ഞങ്ങളൊക്കെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയും ഞങ്ങളുടെ രാഷ്ട്രീയപരമായ ചില നിലപാടുകളൊക്കെ കുടുംബയോഗങ്ങളിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കത്തിൻ്റെതായി സമസ്തയുടെ സെക്രട്ടറി എന്ന നിലയിൽ ചാനലിൽ കാണിക്കുന്ന ഒരു വാർത്ത അത് സമസ്തയുടെ ഔദ്യോഗികമാണ് എന്ന് തോന്നുന്നില്ല. അത് സമസ്തയുടെ ആധികാരികമാണോ സമസ്തയുടെ നിലപാടാണോ എന്ന് പറയേണ്ടത് ഞങ്ങളെപ്പോലുള്ള ഒരു സാധാരണക്കാരോ കീഴടങ്ങളുടെ വക്താക്കളോ അല്ല. സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. മുസ്ലിം ലീഗിനെ ലക്ഷ്യമിട്ട് ചോദ്യാവലിയുമായി സമസ്തയിലെ ഒരു വിഭാഗം. സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളെ തകർക്കാൻ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ ആരോപിച്ചു. ലീഗ് നേതാക്കളുടെ ധാർഷ്ട്യം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് KS ഹംസ 24നോട് പറഞ്ഞു. ലീഗുമായി ഭിന്നതയൊന്നും ഇല്ല എന്ന് സാധാരണ സമസ്തയുടെ നേതാക്കളും ലീഗും പറയാറുണ്ടെങ്കിലും അത് എല്ലാവർക്കും അറിയുന്നൊരു പരമാർത്ഥമാണ്. ഭിന്നതയുണ്ട് എന്നുള്ളത്. കുറച്ച് കാലങ്ങളായി ഒരു മൂപ്പിളമ പോര് എന്ന് പറയല്ലോ, അത് നിൽക്കുന്നുണ്ട്. അത് സമസ്തയുടെ പല പ്രഖ്യാപിത നയങ്ങളെയും തകർക്കാൻ ലീഗിലെ ഒരു വിഭാഗം നേതൃത്വം എന്നും ശ്രമിക്കാറുണ്ട്. ഇത് സ്വാഭാവികമായ ബഹിർഗമനങ്ങളാണ്. ആത്മാവിൻ്റെ അറകളിൽ തിങ്ങി വിങ്ങി കെട്ടുന്ന ശ്വാസം മുട്ടിക്കിടക്കുന്ന പല വികാരങ്ങളുടെയും സ്വാഭാവിക ബഹിർഗമനമാണ് ഈ നടക്കുന്നതൊക്കെ.
സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ മലപ്പുറത്തുനിന്ന്. സമീർ, ഇത് നേരത്തെ തന്നെ ഈ ലീഗ് സമസ്ത അങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്നതായി ഒരു പ്രതീതി ഉണ്ടായിരുന്നു. പിന്നീട് ആ പത്രം കത്തിക്കലുമായി ബന്ധപ്പെട്ട് അതൊന്നുകൂടി സജീവമാകുന്നു. ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ സമീർ? ഉന്മേഷ്, നിലവിൽ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണത്തോട് കൂടിയാണ് സമസ്തയും ഒപ്പം തന്നെ ലീഗും തമ്മിലുള്ള ഒരു പ്രശ്നം കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു ബന്ധം കൂടുതൽ വഷളാകുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്ന ഒരു ഘട്ടമുണ്ടായിരിക്കുന്നത്. ഉമർ ഫൈസി മുക്കം പറഞ്ഞിരുന്നത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഭിന്നതയുണ്ട്, മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ സമസ്തയെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നു, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി സമസ്ത അധ്യക്ഷനെതിരെ മോശം പരാമർശങ്ങൾ നടത്തുന്നു, ഇങ്ങനെ തുടങ്ങിയ പരാമർശങ്ങളൊക്കെ തന്നെ ഉമർ ഫൈസി മുക്കം നടത്തുകയും അത് വലിയ തരത്തിൽ LDF പ്രചാരണായുധമാക്കുകയും അങ്ങനെ LDF-ൽ നിന്നുള്ള അല്ലെങ്കിൽ സമസ്തയിൽ നിന്നുള്ള ചില ലീഗ് വിരുദ്ധ വോട്ടുകൾ അടർത്തിയെടുക്കുന്ന ലക്ഷ്യത്തോടു കൂടി ഇടതുപക്ഷം വ്യാപകമായി പ്രചരിപ്പിക്കുകയും അത് KS ഹംസ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് നിലവിൽ നാസർ ഫൈസി കൂടത്തെ പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാട് അത് സമസ്തയുടെ നിലപാടാണോ അല്ലയോ എന്ന് പറയേണ്ടത് ജെഫ്രി മുത്തുക്കോയ തങ്ങളാണ്. ജെഫ്രി മുത്തുക്കോയ തങ്ങളല്ലാത്തവർ പറയുന്നത് സമസ്തയുടെ നിലപാടല്ല എന്നുള്ളതാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത്. കൂടത്തായി പറയുന്നത് ഇതിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, ഉമർ ഫൈസി മുക്കം ഈ മുസ്ലിം ലീഗിനെ എതിർത്ത് രംഗത്ത് വരുമ്പോൾ മുസ്ലിം ലീഗിനെ അനുകൂലിച്ച് സമസ്തയിൽ നിന്ന് തന്നെ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗവും രംഗത്ത് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം, ഇന്ന് ചോദ്യാവലി എന്ന പേരിൽ മുസ്ലിം ലീഗിനെ പരിഹസിച്ചുകൊണ്ട് സമസ്തയിലെ ഒരു വിഭാഗം ചില ചോദ്യങ്ങൾ പുറത്തുവിടുന്ന ഒരു ഘട്ടവുമുണ്ടായി. ഒരു കിസ് മത്സരം എന്ന പേരിലാണ് ഈ ചോദ്യങ്ങൾ പുറത്തുവിട്ടത്. അതിൽ ചോദിക്കുന്നത് ഒന്ന്, ചില പ്രതിസന്ധി ഘട്ടത്തിൽ സമസ്തക്കൊപ്പം നിന്ന KS ഹംസയെ നിങ്ങൾ വിജയിപ്പിക്കുമോ? അത്തരം തുടങ്ങിയ മുസ്ലിം ലീഗിനെ എതിർത്തും പരിഹസിച്ചും KS ഹംസയെ അനുകൂലിച്ചുമുള്ള തരത്തിലുള്ള ചോദ്യാവലിയാണ് ഇന്ന് ഈ സമസ്തയിൽ ഒരു വിഭാഗം പുറത്തുവിടുന്ന ഒരു ഘട്ടമുണ്ടായത്. ഇങ്ങനെ തുടങ്ങി പല വിധത്തിലുള്ള പ്രചാരണങ്ങളാണ് LDF-നെയും ഒപ്പം തന്നെ KS ഹംസയും അനുകൂലിച്ചുകൊണ്ട് സമസ്തയിൽ ഒരു വിഭാഗം പൊന്നാനിൽ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇതിൽ മുസ്ലിം ലീഗ് വളരെ കരുതലോട് കൂടിയാണ് നീങ്ങുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിനോ ഒരു പ്രതികരണത്തിനോ LDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണത്തിന് പോലും ഒരു തരത്തിലും പ്രതികരിക്കുകയോ മറുപടി പറയേണ്ടതുമില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. ഒപ്പം തന്നെ ജാഗ്രതയോട് കൂടി നീങ്ങുക എന്നുള്ള നിലപാട് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രതികരണം ഉണ്ടായി അത് കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കുകയും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ വോട്ട് നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് എത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നിലനിൽക്കുന്ന സമസ്ത ലീഗ് തർക്കം, പ്രത്യേകിച്ച് പത്രം കത്തിക്കൽ വിവാദം, ഇന്നത്തെ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം ഒക്കെ തന്നെ തീർച്ചയായും സമസ്ത വോട്ടുകളെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ ഈ വോട്ടുകൾ LDF-ന് അനുകൂലമാകുമോ അതല്ല UDF-ലേക്ക് തന്നെ നിലയുറപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നിലവിൽ ഒരു തർക്കം നിൽക്കുന്നത്. ഏതായാലും നിലവിൽ KS ഹംസ ഈ സമസ്തയിലെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിലെയും ഒരു വിഭാഗം വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചാരണമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂര വിവാദത്തിൽ സർക്കാർ സ്ഥലം മാറ്റാൻ തീരുമാനിച്ച ACP K സുദർശനെ പിന്തുണച്ച് പോലീസിലെ ഒരു വിഭാഗവും തിരുവമ്പാടി ദേവസ്വവും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ACP ശ്രമിച്ചത് എന്നാണ് സേനയ്ക്കുള്ളിലെ വാദം. ACP മാന്യമായാണ് ഇടപെട്ടത് എന്നും നടപടിയെടുക്കുന്നത് ശരിയല്ലെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പ്രതികരിച്ചു. മാഗസീൻ്റെ താക്കോല് തരരുതെന്ന് കമ്മീഷണർ ഉത്തരവുണ്ട്. എഴുന്നള്ളിപ്പ് അവസാനിച്ചതിന് ശേഷമേ അതിനകത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ എടുക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ വെടിക്കെട്ട് നിരത്താൻ സാധിക്കും? സമയം എത്ര കിട്ടും? 2-3 മണിക്കൂർ വേണ്ടേ? ഇത് പാറമേക്കാവിനും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി. പാറമേക്കാവുകാരാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ വിവരം പറഞ്ഞ് ഞങ്ങളത് കാരണം വെടിക്കെട്ട് നടത്തുന്നില്ല എന്ന് അവരാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവരായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കാൻ തയ്യാറായി. എന്നിട്ട് കളക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല. അത് മാത്രമല്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പോലീസിന്റെ അനാവശ്യ നിയന്ത്രണത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പലതും മുടങ്ങി എന്ന് സുന്ദർ മേനോൻ കുറ്റപ്പെടുത്തി. പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമെന്നുമാണ് ആവശ്യം. പൂര ദിവസം രാത്രി ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ആവശ്യപ്പെട്ടു. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിനറിയണം. ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പൂര ദിവസം അവിടെ കാണാത്ത BJP സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട്. സൂരജ് സജിയുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ അവസാന ലാപ്പിലേക്ക് പ്രചാരണം എത്തുമ്പോൾ ഈ പൂരത്തിൽ തട്ടിയാണോ ഇപ്പോൾ ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? സൂരജ്.
ഉന്മേഷ്, തീർച്ചയായും ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഈ തൃശ്ശൂർ പൂര വിവാദം തന്നെയാണ് എല്ലാ മുന്നണികളും ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് UDF-ഉം BJP-യും എല്ലാം തന്നെ ഇത് വലിയ വോട്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന മേഖലയിലാകെ BJP-ക്ക് ഇത് വോട്ടാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഈ ദിവസം പോലീസിന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന തരത്തിലുള്ള BJP പ്രചരണമാണ് നടത്തുന്നത്. മറുവശത്ത് UDF ആകട്ടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത നിയന്ത്രണങ്ങൾ അത് BJP-ക്ക് ഗുണകരമാക്കുന്നതിന് വേണ്ടി LDF ബോധപൂർവ്വം നടത്തിയതാണ് എന്ന തരത്തിലുള്ള പ്രചാരണമാണ് UDF നടത്തുന്നത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവമ്പാടി ദിവസം വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? തൃശ്ശൂർ പൂര വിവാദത്തെ ദയവ് ചെയ്ത് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഇടപെടൽ അതിനകത്തേക്ക് കൊണ്ടുവരരുത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ACP-യെ കമ്മീഷണർക്കൊപ്പം തന്നെ ACP-ക്കും അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു. ഇതിൽ വലിയ അതൃപ്തി സേനയ്ക്കുള്ളിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ACP ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിലപാടെടുത്തു. ഒരു മീഡിയേറ്റർ എന്ന നിലക്ക് പ്രവർത്തിച്ച വ്യക്തിയാണ് ACP. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായ നടപടി തെറ്റായി പോയി എന്നുള്ളതാണ് സേനയിലെ ഒരു വിഭാഗവും പറയുന്നത്. അതിനെ പിന്തുണക്കുന്ന നിലപാടാണ് ഇന്ന് തിരുവമ്പാടി ദിവസവും ഉണ്ടായത്. ACP-യുടെ ഭാഗത്ത് നിന്ന് മികച്ച രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ നടപടി പിൻവലിക്കണം എന്ന് തിരുവമ്പാടി പറയുന്നു. അതോടൊപ്പം തന്നെ വരും വർഷങ്ങളിലും ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇടപെടൽ പൂർണ്ണമായും ഒഴിവാക്കണം, ദേവസ്വങ്ങൾക്ക് ഈ തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പിന് അനുമതി നൽകണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ തിരുവമ്പാടി മുന്നിട്ട് വെക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ തൃശ്ശൂർ പൂര വിവാദം ഉയർത്തിക്കാട്ടെ വോട്ട് പിടിക്കാനാണ് BJP UDF ശ്രമം. മറുവശത്ത് ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളുമായി LDF ക്യാമ്പും തയ്യാറെടുത്തിട്ടുണ്ട്. ഉന്മേഷ്, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. है सूरत से वो भी लापता होते हैं, मिलती हैं. अब सबसे रोचक जो कोइंसिडेंस नहीं हो सकता, जितने और पार्टियों के जितने कैंडिडेट्स हैं सूरत से सब विड्रॉ कर जाते हैं. ये ऐसा अजूबा तो हमने देखा नहीं. सूरत का कैंडिडेट इतना प्रभावशाली है कि कोई उसके विरुद्ध खड़े होकर तैयार नहीं. खड़े होने के बाद नामांकन पत्र भरने के बाद तो इसलिए हमने कहा है चुनाव आयोग से कि ये आपने चुनाव के धरातल को नॉन लेवल प्लेइंग फील्ड बना दिया है, समतल ज़मीन नहीं छोड़ी है. ये चुनाव पिटिशन का मामला नहीं है, इसमें आपका एक ही हल है. ऐसे कारनामों का फ़ायदा न उठा पाए कोई, इसलिए अति आवश्यक है कि आप स्थगित करें चुनाव सूरत में और चुनाव की नई तारीख दें, जिससे ये संदेश बड़ा स्पष्ट जाए कि अगर मैं इस प्रकार के दुष्प्रभाव से इनको इफेक्ट करता हूँ या इनको इफेक्ट करता हूँ, वोटर हो या कैंडिडेट हो, उसका फ़ायदा मैं नहीं ले सकता. കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ ജയം BJP-ക്ക്. സൂററ്റിലെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാലാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുകയും മറ്റ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയും ചെയ്തതോടെയാണ് വിജയം ഉറപ്പിച്ചത്. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. ശ്രീനാഥ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥിയായ മുകേഷ് ദലാളാണ് ഇപ്പോൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. സൂറത്തിൽ നിന്നാണ് BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഗുജറാത്തിൽ വോട്ടെടുപ്പ് നടക്കും മുമ്പ് തന്നെ വിജയം ഉണ്ടാക്കുന്നത്. മെയ് 7-നാണ് യഥാർത്ഥത്തിൽ ഗുജറാത്ത് പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത്. പക്ഷെ അതിനു മുമ്പ് തന്നെ സൂറത്തിലെ ചിത്രം വ്യക്തമാകുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ ശേഷിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥി BSP-യുടേതായിരുന്നു, പ്യാരിലാൽ ഭാരതി. അവർ കൂടി പത്രിക പിൻവലിച്ചതോടുകൂടിയാണ് ആകെ ശേഷിച്ച 8 സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിച്ചു. ഇതോടെയാണ് BJP-യുടെ വിജയം ഇവിടെ ഉറപ്പിച്ചത്. നാടകീയമായ രംഗങ്ങൾ കഴിഞ്ഞ ദിവസമായിട്ട് ഉണ്ടായത്. ഇവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കി അദ്ദേഹത്തിന്റെ പത്രിക തള്ളിയതോടുകൂടി തന്നെയാണ് പിന്നീട് ഉണ്ടായിരുന്ന സ്വതന്ത്രർ മാത്രം 8 പേർ അവർ കൂടി ഇപ്പോൾ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു. നിലേഷ് കുംഭാനിയുടെ പത്രിക തള്ളാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് പിന്തുണച്ച 3 പേർ അവരുടെ ഒപ്പുകൾ വ്യാജമായി ഉണ്ടാക്കിയതാണെന്നുള്ള ആരോപണം BJP ഉന്നയിക്കുന്നു. പിന്നാലെ ഈ 3 പേരുടെയും ഒരു അഫിഡവിറ്റ്, ഒരു സത്യവാങ്മൂലം കൂടി റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിലെത്തി. പിന്നീട് ഇവരെ ഇന്നലെ 11 മണിയോടെ ഹാജരാക്കണം എന്ന് റിട്ടേണിംഗ് ഓഫീസർ ആവശ്യപ്പെട്ടു. പക്ഷേ ഇവരെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇവർ 3 പേരും ഇപ്പോഴും എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. കോൺഗ്രസ് പറയുന്നത് BJP ഇവരെ തട്ടിക്കൊണ്ടുപോയി എവിടെ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. പക്ഷേ ശ്രദ്ധേയമായ കാര്യം, ഈ 3 പേരും ഈ സ്ഥാനാർത്ഥിയുമായി നിലേഷ് കുംഭാനിയുമായി ഏറ്റവും അടുത്ത ആളുകളാണ്. അതിലൊന്ന് നിലേഷ് കുംഭാനിയുടെ അളിയൻ തന്നെയാണ്, മറ്റൊന്ന് ബിസിനസ് പാർട്ണറാണെന്ന് മനസ്സിലാക്കുന്നതും.
മൂന്നാമത്തെ ആളും ഏറ്റവും അടുത്ത ഒരു ബന്ധു തന്നെയാണ്. ഈ 3 പേരാണ് തങ്ങളുടെ ഒപ്പ് വ്യാജമായി ഉണ്ടാക്കിയെന്ന് കാണിച്ചുകൊണ്ടൊരു സത്യവാങ്മൂലം ഒളിവിൽ നിന്ന് നൽകിയത്. ഇപ്പോഴും അവർ വെളിച്ചത്ത് വന്നിട്ടില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ പത്രിക റിട്ടേണിംഗ് ഓഫീസർ തള്ളിയോടുകൂടി തന്നെ പിന്നീട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊന്നും എതിർവശത്ത് ഉണ്ടായിരുന്നില്ല, സ്വതന്ത്രർ മാത്രമായിരുന്നു. പിന്നീട് അങ്ങനെയാണ് BJP സ്ഥാനാർത്ഥി അവിടെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 24ന്റെ സൈക്കിൾ യജ്ഞം തുടരുകയാണ്. പത്തനംതിട്ടയിൽ ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം. മറുവശത്ത് വേനലിന്റെ കൊടുംചൂട്. ദാഹമടക്കാൻ കുറച്ച് വെള്ളം കുടിക്കാൻ എത്തിയതാണ് 24ന്റെ സൈക്കിൾ യാത്രക്കാർ. ആളുണ്ടോ എന്തോ ദാഹിച്ചിട്ട് വെള്ളം വേണം. സാറില്ല വെള്ളം കിട്ടും. ഹലോ സമാധാനം അവർക്ക് നമ്മളെ മനസ്സിലായല്ലേ. കുറച്ച് വെള്ളം ദാഹിച്ചിട്ട് വീട് കണ്ടു. അതെ എന്തെങ്കിലും വെള്ളമൊക്കെ തന്ന് സഹായിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ സൈക്കിൾ യജ്ഞമൊക്കെ ആയിട്ട് എത്തിയതാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ അറിയാനായിട്ടാണ് വന്നത്. എന്താ പേര്? എന്താ ചെയ്യുന്നത്? ഡോക്ടറാണ്. ഹസ്ബൻഡ് പേര് ഫൈസൽ. എന്താ ചെയ്യുന്നത്? ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ഇലക്ഷന്റെ സമയത്ത് തന്നെയാണല്ലോ വന്നത്. ഇലക്ഷന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് തന്നെ മനസ്സിലുണ്ട്. അതെ അതെ, നമുക്ക് ഫോക്കസ് നമ്മുടെ കറക്റ്റ് ആയിട്ട് നമുക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട്. പത്തനംതിട്ടയിൽ ഇലക്ഷൻ ചൂട് എങ്ങനെയാണ്? ആർക്കൊക്കെയാ സാധ്യതകൾ? നമുക്ക് തോമസ് ഐസക്കാണ് സാധ്യത. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് SFIയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ അതിനുശേഷം രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. പക്ഷെ പ്രവാസി ആയതുകൊണ്ട് താൽക്കാലികമായി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും അവിടെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ട്. ഫൈസലിന്റെ രാഷ്ട്രീയം കേട്ടു. ഭാര്യയ്ക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് അറിയണമല്ലോ. ഡോക്ടറുടെ രാഷ്ട്രീയം ഞങ്ങൾ രണ്ട് ശരീരം ഒരേ മനസ്സും. അത് സ്കോർ ചെയ്തു കേട്ടോ. അവിടെ സ്കോർ ചെയ്ത് ഞാനൊരു കാര്യം ചോദിച്ചോളൂ. ഒന്നും തോന്നരുത്. രണ്ടും മാങ്ങ ധൈര്യമായിട്ട് എടുത്തു. മാങ്ങ തരുമ്പോ അതിന്റെ കൂടെ ഉപ്പും മുളകും വെള്ളം തന്നെ ബുദ്ധിമുട്ടായി തോന്നി. അല്ല, നിങ്ങളുടെ സീരിയൽ ചാനലിന്റെ സീരിയൽ തന്നെ വേണമെന്ന് പറഞ്ഞത്. ഇന്നസെന്റിനൊപ്പം നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രം സഹിതമുള്ള ബോർഡ് സ്ഥാപിച്ചത് BJP അല്ലെന്ന നേതാക്കൾ. ഇന്നസെന്റിന്റെയും സുരേഷ് ഗോപിയുടെയും ആരാധകരാണ് ബോർഡ് സ്ഥാപിച്ചത്. വിവാദമാക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ബോർഡുകൾ നീക്കിയതെന്നും BJP ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് 24നോട് പറഞ്ഞു. ഇന്നസെന്റ് ഏട്ടൻ ഇരിങ്ങാലക്കുടക്കാരനാണ്. ഇന്നസെന്റ് ഏട്ടൻ്റെയും സുരേഷ് ഗോപിയുടെയും നിരവധി ആരാധകരുണ്ട് നമ്മുടെ പാർട്ടിക്കകത്തും പുറത്തുമുണ്ട്. അപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ്റെയും സുരേഷ് ഗോപിയുടെയും ആരാധകർ നമ്മളുടെ ആളുകളെ ഇവിടെ സമീപിക്കുകയും നമ്മളോട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോർഡ് വെക്കണം, എല്ലാ സ്ഥലത്തും ഇടതുപക്ഷമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്, ഒരു നാച്ചുറലായിട്ട് എല്ലാവരും കരുതിയിട്ടുള്ളൂ. അപ്പോൾ അവർ ബോർഡുകൾ അങ്ങനെ വച്ചു. ബോർഡ് വെച്ചിട്ടിപ്പോൾ കുറച്ച് ദിവസമായി. ഇപ്പോൾ ഇന്നലെയാണ് അതിൻ്റെ വിവാദമൊക്കെ തുടങ്ങുന്നത്. അശ്വിൻ പാലാഴിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, എന്താണ് ഇക്കാര്യത്തിൽ BJPയുടെ വിശദീകരണം? ഉന്മേഷ്, എന്തായാലും ഇത് വിവാദമായതിന് പിന്നാലെയാണ് ഇപ്പോൾ BJPയുടെ ഔദ്യോഗിക പ്രതികരണം കൂടി വിഷയത്തിൽ വന്നിരിക്കുന്നത്. BJPയുടെ ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള കൃപേഷിന്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് BJP ഔദ്യോഗികമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളല്ല ഈ 5 ഫ്ലെക്സ് ബോർഡുകൾ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ ഇന്നസെന്റിന്റെയും സുരേഷ് ഗോപിയുടെയും ആരാധകർ ഒരുപാട് പേർ ഇരിങ്ങാലക്കുടയിലുണ്ട്. അവർ BJPയെ സമീപിക്കുകയും ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ വെക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. അങ്ങനെ BJP നൽകിയ അനുമതിയുടെ പുറത്താണ് ഈ ആരാധകർ സ്വന്തമായി അവരുടെ നിലയ്ക്ക് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് ഇന്നസെന്റിന്റെ ചിത്രം ഉൾപ്പെടുത്തി ബോർഡ് സ്ഥാപിച്ചത് എന്നുള്ള ഒരു ന്യായീകരണമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിനെ LDF തള്ളുന്നുമുണ്ട്. അത് അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇല്ല. കാരണം ഇക്കാലം അത്രയും ബോർഡുകൾ സ്ഥാപിച്ചതെല്ലാം BJP ആണ്. ഇപ്പോൾ ആരാധകരുടെ പേരിലേക്ക് ഈ വിവാദമായ ബോർഡ് വെക്കേണ്ട എന്നുള്ളതാണ് LDFന്റെ മറുപടി. എന്തായാലും ഇങ്ങനെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഈ ബോർഡിന്റെ പുറത്ത് ഇപ്പോഴും തുടരുകയാണ്. ഉന്മേഷ്. അശ്വിൻ പാലാഴി തൃശ്ശൂരിൽ നിന്ന്. സംവിധായകൻ ജോഷിയുടെ കൊച്ചി പനമ്പിള്ളി നഗറിലെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി മുഹമ്മദ് ഇർഷാദിനെ കൊച്ചിയിലെത്തിച്ചു. നഷ്ടപ്പെട്ട മുഴുവൻ ആഭരണങ്ങളും കണ്ടെത്തിയെന്ന് പോലീസ് അറിയിച്ചു. പ്രതിക്കെതിരെ 6 സംസ്ഥാനങ്ങളിലായി 19 കേസുകളുണ്ട്. പ്രതിക്ക് പ്രാദേശിക സഹായം കിട്ടിയോ എന്ന കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഉമേഷ്, ഏറ്റവും പ്രധാനപ്പെട്ടത് മുഹമ്മദ് ഇർഫാനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇയാളെ നിലവിൽ അല്പസമയത്തിനകം തന്നെ ഈ പനമ്പള്ളി നഗറിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ജോഷിയുടെ വീടിന് പുറമെ മറ്റു 3 ഇടങ്ങളിൽ ഇയാൾ മോഷണശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത് ഏതെല്ലാം വീടുകളാണ് എന്ന് ഇയാൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അയാളെ ആ വീടുകളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഒപ്പം പനമ്പള്ളി നഗറിലെത്തി ഇയാൾ സഞ്ചരിച്ച എല്ലാ മേഖലകളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും നിലവിൽ ധാരണയുണ്ട്. അല്പസമയത്തിനകം തന്നെ അയാൾ ഇങ്ങോട്ടേക്ക് എത്തിക്കും. സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് വിൽക്കുന്നതിന് മുൻപ് തന്നെ പിടികൂടാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ കർണാടക ഉടുപ്പിയിൽ വെച്ചാണ് കർണാടക പോലീസിന്റെ സഹായത്തോടു കൂടി കേരള പോലീസ് ഇയാളെ പിടികൂടിയത്. ഇയാളൊരു സംസ്ഥാന മോഷ്ടാവാണ്. നിരവധി കേസുകൾ, അതായത് 6 സംസ്ഥാനങ്ങളിലായി 19 മോഷണ കേസുകളിൽ പ്രതിയാണ്. നേരത്തെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മോഷണം നടത്തിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇയാൾക്ക് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ നടപടിയിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. 3 ദിവസം കസ്റ്റഡിയിൽ ചോദിച്ചു. അത് പ്രധാനമായും ഏതെങ്കിലും തരത്തിൽ പ്രാദേശിക സഹായം മുഹമ്മദ് ഇർഫാൻ ലഭിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഇതിനകത്തേക്ക് കടന്നത് ഇയാൾ തനിച്ചാണോ, അല്ലെങ്കിൽ ഇത്തരം സ്വർണം ഇവിടെ ഉണ്ട് എന്ന് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി, അത്തരം കാര്യങ്ങളെല്ലാം ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് 3 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകപ്പെട്ട നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു. അത് തെളിവെടുപ്പാണ്. അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് ആരംഭിക്കുകയും ചെയ്യും. വിഷ്ണു സുരേഷ്, കൊച്ചിയിൽ നിന്ന്. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. സ്വത്ത് സംബന്ധിച്ച് വ്യാജ സത്യവാങ്മൂലമാണ് നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല എന്നും ഹർജിയിൽ പറയുന്നു. എസ് ശ്രീകാന്തുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്താണ് ഹർജിയിൽ ആവശ്യം? ആവണി ബെൻസാൽ എന്ന വ്യക്തിയാണ് നിലവിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജിയിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യാജമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സ്വത്ത് വിവരം സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ അതിൽ കാണിച്ചിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും ഒരു തരത്തിലുള്ള നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. നേരെ മറിച്ച് ഈ പത്രിക അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നും ഹർജിയിൽ പറഞ്ഞു. ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് പൊതുതാൽപര്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പക്ഷേ നാളെ ഈ കേസ് കോടതി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ശ്രീകാന്ത്, കൊച്ചിയിൽ നിന്ന്. ആലപ്പുഴയിൽ 60 വയസ്സുകാരിയെ സഹോദരൻ കൊന്നുകുഴിച്ച് മൂടി. ആലപ്പുഴ ചെട്ടിക്കാട് സ്വദേശി റോസമ്മയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ബെന്നിയെ പോലീസ് കസ്റ്റഡിയെടുത്തു. ചുറ്റികയ്ക്ക് തലക്കടിച്ചാണ് ബെന്നി റോസമ്മയെ കൊലപ്പെടുത്തിയത്. റോസമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്ന് മകൻ ജോമോൻ പറഞ്ഞു. അമ്മച്ചിയുടെ ചെരുപ്പ് ഇവിടെ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ പുറത്ത് ഇവിടുന്ന് ജോലിക്ക് എന്തെങ്കിലും പോകുമ്പോൾ, വീട്ടു ജോലിക്ക് പോകുമ്പം നമ്മളോട് പറയത്തില്ല. അന്നേരം ഞങ്ങൾ കുറച്ച് ജോലിക്ക് പോയിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളിച്ചു നോക്കിയപ്പം ഫോൺ സ്വിച്ച് ഓഫാണ്. 3-4 ദിവസം വിളിച്ചു നോക്കി. ആൾക്കാർ പറയുന്നത് ഇവിടെ വ്യാഴാഴ്ച ഇവർ തമ്മിൽ വഴക്കെന്തോ നടന്ന് സ്വർണത്തിൻ്റെ കേസ് കെട്ടും വെച്ചുകൊണ്ട് വഴക്ക് നടന്നെന്ന് പറയാനായിട്ട്. അമ്മച്ചേർക്ക് എന്തോ സ്വർണം പണയം വെക്കാൻ വേണ്ടി ചോദിച്ച് എന്നാണ് പറയണത്. ഒരു മാല ഉണ്ടായിരുന്നു, പിന്നെ 3-4 വള, മോതിരം കയ്യിലില്ലെന്ന് കണ്ടിട്ടില്ല. പിന്നീട് ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു.